നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ പല നീക്കങ്ങളും അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ്. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി തങ്ങളുടെ വ്യോമതാവളങ്ങളിൽ ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാകിസ്ഥാൻ അനുമതി നൽകിയെന്ന റിപ്പോർട്ടാണ് ഈ ഒരു സംഭവത്തിന് അടിസ്ഥാനം. പാകിസ്ഥാൻ പരസ്യമായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നപ്പോഴും ഇറാൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ ഒരു പ്രധാന വ്യോമതാവളം രഹസ്യമായി ഉപയോഗിക്കാൻ അനുമതി നൽകുകയായിരുന്നു. CBS ന്യൂസ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇതോടെ മേഖലയിലെ മധ്യസ്ഥ ശ്രമത്തെക്കുറിച്ചുള്ള പാകിസ്ഥാൻ്റെ നിലപാടിൽ പുതിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരേ സമയം മധ്യസ്ഥരുടെ റോളിലും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പരോക്ഷ പങ്കാളിയാകുകയും ചെയ്യുന്നതോടെ പാകിസ്ഥാൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന യുദ്ധത്തിൽ ഇത്തരമൊരു ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ നിന്നും സംരക്ഷണം ലക്ഷ്യമിട്ട് ഇറാൻ തങ്ങളുടെ യാത്രാ വിമാനങ്ങൾ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലും പാർക്ക് ചെയ്തിരുന്നതായി CBS പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ പാകിസ്ഥാൻ്റെ നടപടിക്കെതിരെ അമേരിക്കയിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. ഏപ്രിൽ ആദ്യവാരമാണ് ഇറാൻ പല വിമാനങ്ങളും സൈനിക വിമാനങ്ങളടക്കം റാവൽപിണ്ടിക്കടുത്തുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ നൂർഖാൻ വ്യോമതാവളത്തിലേക്ക് മാറ്റിയത്. പാകിസ്ഥാനിലെത്തിയ ഇറാൻ വിമാനങ്ങളിൽ ഇറാനിയൻ എയർഫോഴ്സ് RC-130 എന്ന ചാരവിമാനം, നിരീക്ഷണത്തിനുപയോഗിക്കുന്ന ലോക്ഹീഡ് C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനവും ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. നിരീക്ഷണം, ആശയവിനിമയങ്ങൾ ചോർത്തുന്നതിനും റഡാർ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്നതിനും ഫോട്ടോഗ്രാഫിക് നിരീക്ഷണം നടത്തുന്നതിനുമുള്ള അത്യാധുനിക സെൻസറുകൾ ഉൾപ്പെടെയുള്ള ചാരവിമാനമാണ് RC-130. രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് ഏറെ ഗൗരവത്തോടെയാണ് US നോക്കിക്കാണുന്നത്. നാവിക നീക്കങ്ങളും ശത്രുപക്ഷത്തു നിന്നുള്ള ഇലക്ട്രോണിക് സിഗ്നലുകളും ഏറെ ദൂരത്തു നിന്ന് തന്നെ നിരീക്ഷിക്കാൻ സഹായിക്കുന്നുവെന്നതാണ് RC-130 ഏറെ പ്രാധാന്യമുള്ളതാക്കുന്നത്. വിമാനങ്ങളുടെ പഴക്കം കാരണവും സ്പെയർ പാർട്സുകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണവും കൈവശമുള്ള ഇത്തരം വിമാനങ്ങളെ സംരക്ഷിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതിനാൽ തന്നെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് ഇറാനിയൻ വ്യോമസേന ഉപകരണങ്ങളെയും സൈനിക വിമാനങ്ങളെയും സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥൻ CBS ന്യൂസിനോട് വെളിപ്പെടുത്തി. എന്നാൽ ഈ റിപ്പോർട്ട് പാകിസ്ഥാൻ തള്ളുകയാണ്. ജനസാന്ദ്രതയുള്ള നഗരപ്രദേശത്താണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നതെന്നും അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ലെന്നുമാണ് പാകിസ്ഥാൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ CBS ന്യൂസിനോട് പ്രതികരിച്ചത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മഹാൻ എയറിൻ്റെ ഒരു വിമാനം കാബൂളിൽ ഇറങ്ങിയതായും ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചതിനു ശേഷം അത് അവിടെ തുടർന്നതായും ഒരു അഫ്ഗാൻ സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥൻ പിന്നീട് പ്രതികരിച്ചിരുന്നു. പിന്നീട് വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് വിമാനം ഇറാനിയൻ അതിർത്തിക്കടുത്തുള്ള ഹെറാത്ത് വിമാനത്താവളത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇറാനിയൻ വിമാനങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് തള്ളി. വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇറാനില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇറാൻ അമേരിക്ക പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. വാഷിംഗ്ടണുമായി അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ഇറാന്റെ പ്രധാന അന്താരാഷ്ട്ര സഖ്യകക്ഷിയും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരുമായ ചൈനയോ ഇറാനെയോ പിണക്കാതിരിക്കാനുള്ള ശ്രമത്തിലുമാണ് പാകിസ്ഥാൻ. സംഭവത്തിൽ അമേരിക്കൻ ഭരണകൂടത്തോട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രൂക്ഷ വിമർശനവുമായി റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സമാധാനത്തിനായി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾ പൂർണ്ണമായും പുനഃപരിശോധിക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഫെബ്രുവരി 28 ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഏപ്രിൽ 8 താൽക്കാലികമായി നിർത്തിവെച്ചത്. CBS പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇറാനും മറ്റു കക്ഷികൾക്കും ഇടയിൽ മധ്യസ്ഥനായി പാകിസ്ഥാൻ വഹിക്കുന്ന പങ്ക് പൂർണ്ണമായും ഇനിയെങ്കിലും പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് ലിൻസെ ഗ്രഹാം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തങ്ങളുടെ സ്വന്തം സൈനിക സഹായത്തിനായി പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അയൽ രാജ്യമായ ചൈനയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ നടത്തിയ പഠനമനുസരിച്ച് 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ പാകിസ്ഥാന്റെ പ്രധാന ആയുധങ്ങളുടെ 80% വിതരണം ചെയ്തത് ചൈനയാണ്. ഇതിനു പുറമെ പാകിസ്ഥാന് ചൈനയുമായി വളരെ അടുത്ത സാമ്പത്തിക ബന്ധവുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിസന്ധികളിൽ ഒരേ സമയം രണ്ട് വള്ളത്തിലും കാലിട്ടാണ് പാകിസ്ഥാന്റെ നിൽപ്പെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്.